ഫ്രണ്ട്സ്, ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നാണ്. അപ്പോൾ അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നോക്കാം. Four of Swords, Queen of Wands, Four of Pentacles, King of Pentacles, Two of Wands, Ace of Pentacles, Ace of Swords, Queen of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു സ്നേഹത്തെ കുറിക്കുന്നതാണ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് അത്രയും ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് സ്നേഹം തന്നെയാണ്. എസ് ആണ്. അവർ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ബിഗിൻസ് നിങ്ങൾ തമ്മിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം പല പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ വല്ല കോൺഫ്ലിക്റ്റോ സെപ്പറേഷനോ അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അകന്ന് നിന്നാലും ബ്ലോക്ക്ഡ് ആണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഇനി ഒരു പുതിയ തുടക്കം, നിങ്ങളോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടും നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ വന്നിരുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്തിലോ പെട്ട് നിൽക്കുന്നത് പോലെയും, നിങ്ങൾ അവർക്ക് എന്തോ ഫ്രീഡം കൊടുക്കാതെ അവരെന്തോ നിങ്ങൾ കൂട്ടിൽ അടച്ചു വെച്ചതുപോലെയും, നിങ്ങൾ ഒത്തിരി അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മേ ബി കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ കുറേ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടാവാം. പക്ഷേ അവരത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പോയത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഇരിക്കാം. അതുകൊണ്ട് നിങ്ങൾ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവാം. എന്നോട് ഇങ്ങനെ നിന്നാൽ മതിയെങ്കിൽ മതി, അങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും. അത് കുറച്ച് പേർക്ക് അത് കാരണം അവർക്ക് എന്ത് ഫീൽ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ക്യൂൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് എത്ര പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ ആയാലും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകാമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു മാജിക്കുള്ള, നിങ്ങൾ അവരെ ഇങ്ങനെ വലിച്ചടുപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു ഹീലിംഗ്, അവർക്ക് മറ്റെവിടെ പോയാലും കിട്ടാത്ത ഒരു ഹീലിങ്ങും സന്തോഷവും നിങ്ങളുടെ അടുത്തിരിക്കുമ്പോഴാണ്. സോ നിങ്ങൾ വെരി സ്പെഷ്യലാണെന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളൊരു ഗീവിങ് നേച്ചർ ആയിരിക്കും. എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ വഴക്ക്, ഒരു വലിയ സെപ്പറേഷൻ്റെ അടുത്ത് എത്തിയാൽ പോലും അവർ വന്ന് നിങ്ങളെ അടുത്ത് കുറേ സ്നേഹം കാണിച്ച് ഞാൻ ഇനി അങ്ങോട്ട് നിന്നോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെല്ലാം മറന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ അത്രയും അവരെ സ്നേഹിക്കും, അത്രയും അവർ അപ്പോൾ അവർക്കറിയാം മറ്റെവിടെ പോയാലും കിട്ടാത്ത ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും നിങ്ങളോടിരിക്കുമ്പോൾ മാത്രമാണ്. സോ യു ആർ വെരി സ്പെഷ്യൽ. നിങ്ങളവർ വളരെ റെസ്പെക്റ്റോടെ അവർ കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ കുറച്ച് സെൽഫ് കെയറും സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്ന കുറേ ടാലൻ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. സോ നിങ്ങളിൽ അവർ അട്രാക്റ്റീവ് ആവുന്നുണ്ട്, അത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. നെക്സ്റ്റ് കൂടെ അതിന് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്വന്തം കാലിലൊക്കെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുറച്ച് പേർക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതായത് നേരത്തെ നിങ്ങൾ വാദോരാതെ സംസാരിക്കുന്നതും മനസ്സിലുള്ളതെല്ലാം ഒന്നും നോക്കാതെ എല്ലാം തുറന്ന് ആ വ്യക്തിയോട് വരും വരായികളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ടാവും. സോ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ ആ വ്യക്തിയോട് തുറന്ന് പറയുന്നില്ല. അത് മണിയുടെ കാര്യത്തിലായാലും മറ്റുള്ള നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഫീലിങ്സ് ആയാലും പഴയതുപോലെ നിങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാം ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്നു. തുറന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ല, അത് നഷ്ടപ്പെട്ടു എന്നവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാ ഗ്രോത്തും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുള്ളിൽ എല്ലാ കഴിവുകളും ഉണ്ട്, മണിയുണ്ട്. കുറേ പേർക്ക് ഇവിടെ മണിയുടെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾ ഈഗോ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് ഒക്കെ അവർക്കറിയാം, നിങ്ങൾക്ക് സ്നേഹമാണ് ഇഷ്ടമാണെന്നൊക്കെ അറിയാം. പക്ഷെ നിങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ല, ഈഗോ കാണിച്ചിരിക്കുകയാണ് എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട പരിഗണനയൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്നും അവർക്ക് തോന്നുന്നുണ്ട്.
നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങൾ എന്തോ 2 സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നു, 2 സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നവർക്കൊരു ചിന്തയുണ്ട്. അതായത് അവർക്ക് മാത്രമല്ല, നിങ്ങൾ വേറെ ആർക്കൊക്കെയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തോ കാര്യങ്ങൾക്ക്, അത് ജോലിയായിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അത് അങ്ങനെ നിങ്ങൾ 2 സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയോട് ഇരിക്കുന്നില്ല, നിങ്ങൾ അത്രയും ഒരു ഹൈ ലെവലിൽ വച്ചിരിക്കുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നത്. അത് നേരത്തെയൊക്കെ നിങ്ങൾക്കും മേളിൽ അവരെ വെച്ച് സ്നേഹിച്ചിട്ടുണ്ടാവാം, എല്ലാം അവരാണ്, എല്ലാം സർവസ്വം അവരാണെന്ന് ജീവിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള വ്യക്തികളാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത്രയും സ്നേഹിക്കുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്കുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ് തന്ന് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഓഫർ തരണം നിങ്ങൾക്ക്, അല്ലേ നിങ്ങളുടെ അടുത്ത് അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും ദിവസം അവരങ്ങനെ ആയിരുന്നിരിക്കില്ല, ഓൺ ആൻഡ് ഓഫ് ആയിട്ടൊക്കെ അവർ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളോട് ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. കപ്സ് എന്ന് പറയുമ്പോൾ ഓവറോൾ എനർജിയിലെ കപ്സ് വന്നതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അത്രയും ആത്മാർത്ഥമായിട്ടെന്നാണ് കാണുന്നത്. പിന്നീട് ഏസ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. 3 ഏസാണ് വന്നിരിക്കുന്നത്. 111 അറിയാലോ, ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും. അവർ കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി, നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ഒരു മണ്ടിയായിട്ടോ മണ്ടനായിട്ടോ ഒക്കെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവാം. അതായത് സ്നേഹത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കണ്ണടച്ച് ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് ബാക്ക് സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്താലും അന്ന് നിങ്ങൾ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ അല്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇനി കള്ളത്തരം ഒന്നും പറ്റില്ല എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. നിങ്ങൾ അത്രയും ഇപ്പോൾ ഒരു ബുദ്ധിമതി ആയി, നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി എല്ലാം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ആൾറെഡി ക്യൂൻ ഓഫ് വാണ്ട്സും വന്നു, ക്യൂൻ ഓഫ് കപ്സും വന്നു. സോ നിങ്ങൾ അത്രയും ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങൾ അത്രയും മാനിക്കപ്പെടുന്നുണ്ട് അവർ. നിങ്ങളിൽ അട്രാക്റ്റ് ആകുന്നു. ഞാൻ ആൾറെഡി പറഞ്ഞു, ഫിസിക്കലി നിങ്ങളടുത്ത് അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടൊരു ലോകം അവർക്ക് പറ്റില്ല. നിങ്ങൾ അത്രയും സ്പെഷ്യലാണ്, നിങ്ങൾക്കുള്ളിൽ അത്രയും കഴിവുകളും അത്രയും ഒരു ഗീവിങ് നേച്ചറും ഒക്കെ ഉള്ള വ്യക്തിയാണ്. സോ മൈൻഡിലുള്ളതൊന്നും അവർ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർക്കുള്ളിലുള്ള ഫീലിങ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.